ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും അടിമയല്ല, ഒരാളുടെയും ഒരു മുന്തിയ ആളുടെയും മകനല്ല. എന്നിട്ട് ഇന്നലെ വന്നൊരു വേടൻ ഇന്ന് കേരളത്തിൽ ഇത്രയും ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരും നെരുക്കും എത്രത്തോളം വിലയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് വേടൻ ഇന്ന് കിട്ടിക്കുന്ന സ്വീകാര്യത. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ പോലും വേണ്ട രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അതേസമയം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കലാരൂപമായിട്ട് മുന്നിലേക്ക് നിൽക്കുമ്പോൾ അതിനെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യമില്ലാന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇനിയെങ്കിലും മാറ്റാൻ ശ്രമിക്കുക. നമുക്ക് മനുഷ്യനാണ്, മാറാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ അത് മാറ്റി ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനാവുന്നത്. അല്ലാതെ വേടന്റെ ഉശിരുള്ള ചങ്കിലെ ചോര കുടിക്കണമെന്നോ, അല്ലെങ്കിൽ വേടന്റെ ഈ കഴുത്തിലെ പുലിപ്പൻ എടുക്കണമെന്നോ, അല്ലെങ്കിൽ വേടം വലിയൊരു ജിഹാദിയാണെന്നോ പറഞ്ഞുകൊണ്ട് നടക്കാതെ ഇനിയെങ്കിലും മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. ആ ചേച്ചിയുടെ വാക്കുകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. അങ്ങനെ ആയിരിക്കണം മനുഷ്യരെന്ന് പറയുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. നമ്മുടെ മുന്നിൽ